രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ലാൻ നെറ്റ്വർക്ക് എന്താണെന്നും വാൻ നെറ്റ്വർക്ക് എന്താണെന്നും പഠിച്ചു. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആക്ച്വലി ഈ ഒരു രണ്ട് IP-കൾ ലാൻ IP-യും വാൻ IP-യും ഇത് മനസ്സിലാക്കിയിരിക്കുക. കാരണം പലപ്പോഴും ടെക്നീഷ്യന്മാർക്ക് ഡൗട്ട് വരുന്ന ഒന്നാണത്. അതായത് ആദ്യമായിട്ട് ഈ ഒരു നെറ്റ്വർക്കിംഗ് ഫീൽഡിലോട്ട് വരുന്നവർക്ക് വരുന്ന ഒരു ഡൗട്ടാണ് ഏതാണ് ലാൻ IP, ഏതാണ് വാൻ IP, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് IP ചേഞ്ച് ആവാത്തത് എന്നുള്ള അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ തന്നെ ആദ്യം നമ്മൾ പറഞ്ഞു ലാൻ IP, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്താണ്? നമ്മുടെ അടുത്തുള്ള നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഓഫീസിലുള്ള ആ ഒരു റൗട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന IP-കൾ. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ 192.168.1.1, അത് തന്നെ ഇവിടെ 1.2, 1.3, 1.4 അങ്ങനെ ഒരു സീരിയലിൽ ഈ റൗട്ടറിലായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഡിവൈസുകൾക്കെല്ലാം ഈ ഒരു റൗട്ടർ അല്ലെങ്കിൽ ഈ ഒരു മോഡം അല്ലെങ്കിൽ ONU കൊടുക്കുന്ന IP-കളാണ് ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ വരുന്ന IP-കൾ. ഇതിനെയാണ് ഒരു ലാൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ മോഡം അല്ലെങ്കിൽ റൗട്ടർ കൊടുക്കുന്ന ആ ഒരു IP-കളാണ്. ഇല്ല നമ്മളിപ്പോൾ റൗട്ടർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് തന്നെ ഇതിനകത്ത് 10 സീരീസിൽ വരുന്ന IP-കൾ സെറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ലോക്കലി സെറ്റ് ചെയ്യുന്ന ആ ഒരു IP-കളാണ് എന്ത് ലാൻ IP-കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ വാൻ IP വന്നപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഇന്റർനെറ്റ് പ്രൊവൈഡർ, അതായത് സർവീസ് പ്രൊവൈഡർ ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ വീട്ടിൽ മാത്രമല്ല റൗട്ടർ ഉള്ളത് അല്ലെങ്കിൽ മോഡം ഉള്ളത്, ഈ ലോകത്ത് എല്ലായിടത്തും ഈ പറഞ്ഞ നമ്മുടെ റൗട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ അത്തരം റൗട്ടേഴ്സിനെയൊക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാനായിട്ട് ISP, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറായ ഒരു വാൻ അഡ്രസ് നൽകും. അപ്പോൾ അതാണ് വാൻ IP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാൻ അഡ്രസ് എന്ന് പറയുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ഡൗട്ട് ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ ഒരാൾ റൗട്ടർ നോക്കുമ്പോൾ, ഒരു മോഡത്തിൽ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യാൻ ആദ്യം ഒരു നെറ്റ്വർക്ക് ക്യാമറയൊക്കെ ചെയ്യാൻ പോകുന്നവർക്ക് ഇതൊക്കെയാണ് നെറ്റ്വർക്കിൽ വരുന്ന IP, ഇതാണ് മോഡത്തിൻ്റെ. അപ്പോൾ ആ ഒരു സീരിയലിൽ വരുന്ന IP-കളാണ് ഓരോ ക്യാമറകൾക്ക് കൊടുത്തേക്കുന്നതെന്ന് മനസ്സിലാവും. പക്ഷേ അപ്പോൾ അത് വിചാരിക്കും എന്തെങ്ങനെയാണ് അപ്പോൾ ഈ ഒരു IP വെച്ചിട്ട് ട്രാക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് വിചാരിക്കും. അപ്പോൾ IP വെച്ച് ട്രാക്ക് ചെയ്യുന്നത് ഈ ഒരു സർവീസ് പ്രൊവൈഡർ കൊടുത്ത ഒരു IP, അതായത് ഒരു വാൻ IP കൂടി ഈ ഒരു റൗട്ടറിനുണ്ടാവും. ഈ വാൻ IP ആയിരിക്കും ഈ റൗട്ടറിനുള്ളത്. അപ്പോൾ ഈ റൗട്ടറിൽ നിന്ന് കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകൾക്കും, ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകൾക്കും ഈ റൗട്ടർ കൊടുക്കുന്ന ലാൻ IP-ക്ക് പുറമെ ഈ ഒരു വാൻ IP-യുടെ സീരീസിൽ വരുന്ന വാൻ IP-യും ഇതേ ഡിവൈസുകൾക്ക് ഉണ്ടാവും. അതായത് കണക്ട് ചെയ്യുന്ന ഏത് ഡിവൈസിനും ഈ ഒരു വാൻ IP, അതായത് റൗട്ടർ ഈ ഒരു ISP കൊടുക്കുന്ന വാൻ IP, ഈ ഒരു റൗട്ടറിന്റെ വാൻ IP ഇതാണെങ്കിൽ ഇതേ സീരിയലിൽ തന്നെ വാൻ IP ഇതിനുണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു റൗട്ടറിന് ഈ ഒരു IP ആണ് 103.72.177.86 എന്നാണ് ഇതിന്റെ വാൻ IP വരുന്നതെങ്കിൽ ഇതിന് 87, 88, 89, 90 അങ്ങനെ ആ ഒരു സീരിയലിൽ കൂടി ഈ ഒരു ഡിവൈസുകൾക്കെല്ലാം ഒരു വാൻ IP കൂടി ഇതിനുണ്ടാവും. അപ്പോൾ അതാണ് ലാൻ IP-യും വാൻ IP-യും ഒരു ഡിഫറൻസ്. അപ്പോൾ വാൻ IP വെച്ചിട്ടാണ് നമ്മൾ ട്രേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതൊക്കെ ആ ഒരു വാൻ IP മുഖേനയാണ്. അപ്പോൾ ആ ഒരു വാൻ IP-യും ലാൻ IP-യും നമ്മൾ ഡിഫറൻസ് നമ്മൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കിയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പഴയൊരു റൗട്ടർ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടി ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടി വ്യക്തമാക്കി തരാം. അതായത് ഈ ഒരു റൗട്ടറിന് നമുക്ക് നോർമലി ഒരു ONUസിൻ്റെ IP വരുന്നത് 190.168.1.0 ആയിരിക്കും ഇതിന്റെ ലാൻ IP വരുന്നത്. അപ്പോൾ ഈ ലാൻ IP കണക്ട് ചെയ്യുന്ന ഇതിൽ 3 കമ്പ്യൂട്ടർ ആണെങ്കിൽ ഈ 3 കമ്പ്യൂട്ടറിനും 1.2, 1.3, 1.4 എന്ന് പറഞ്ഞ് ഈ ഒരു നെറ്റ്വർക്കിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഓരോ കമ്പ്യൂട്ടറിനും ഈ ഒരു IP ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നമ്മുടെ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഒരു ലാൻ നെറ്റ്വർക്കിലും കൊടുക്കുന്ന IP-കളൊക്കെ തന്നെയാണ് ഈ ഒരു സീരിയലിൽ വരുന്ന ഈ റൗട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന IP-കളാണ്. 1.1 അല്ലെങ്കിൽ 0.1-ലാണ് ഈ ഒരു ലാൻ IP വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്നതിനെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ISP തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് വാൻ IP. അതായത് ഈ ഒരു സീരിയലിൽ വരുന്ന പോലെ വാൻ IP വരുന്നത് അവിടെയാണ്. അപ്പോൾ ഈ ഒരു വാൻ IP കൂടിയിട്ട്, അപ്പോൾ ഈ ഒരു വാൻ IP കൂടി ഈ ഒരു റൗട്ടറിനുണ്ടാവും. അപ്പോൾ ആ ഒരു വാൻ IP-യുടെ സീരിയലിൽ തന്നെ വന്നിട്ട് ഉള്ള IP-കൾ നമുക്ക് ആ ഒരു ഇതിനകത്ത് ഓരോ ഡിവൈസിലും നമുക്ക് ആ ഒരു വാൻ IP-യുടെ ആ ഒരു സീരിയലിൽ തന്നെ വരുന്ന IP-കൾ എല്ലാ ഡിവൈസിലോട്ടും ഇതിനുണ്ടാവും. 87, 88, 90 അങ്ങനെ ഓരോ ഡിവൈസിനും വാൻ IP കൂടി, അതായത് ഈ റൗട്ടറിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ഇത്തരം ഡിവൈസുകൾക്ക് ആ ഒരു റൗട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ലാൻ IP-ക്ക് പുറമെ ഈ ഒരു വാൻ IP കൂടി ഉണ്ടാവും. അതാണ് ലാൻ IP-യും വാൻ IP-യും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ ആൾക്കാരെ നമ്മൾ ട്രാക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വാൻ IP ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സൈറ്റിൽ ചേർന്നിട്ട് നമുക്ക് അവിടെ കൊടുക്കേണ്ടതൊക്കെ ലാൻ IP ആണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് IP ആണ് കൊടുക്കുന്നതെങ്കിലും ഇതേ ഡിവൈസുകൾക്ക് ഒരു വാൻ IP കൂടി ഈ മോഡം ഇന്റർനെറ്റായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, അത് ഇന്റർനെറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വാൻ IP കിട്ടുന്നത്. അതുകൂടി ശ്രദ്ധിക്കുക. അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ ഡിവൈസുകൾക്കും നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് IP കൊടുക്കുകയും ചെയ്യാം. അതിന് പുറമെ ഈ ഒരു റൗട്ടറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ റൗട്ടറിന്റെ ആ ഒരു സീരിയലിൽ ആ ഒരു ലാൻ IP-യുടെ സീരിയൽ, ഗേറ്റ് വേ IP-യുടെ സീരിയലിൽ നെറ്റ്വർക്കിൽ IPs വരും. അതിന് പുറമെ
നമ്മൾ ഇന്റർനെറ്റായിട്ട് കണക്ട് ചെയ്യുക, അതായത് ISP സൈഡിൽ നിന്ന്. ഇപ്പോൾ റൗട്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവണം നിർബന്ധമില്ല. കാരണം കണക്ഷൻ ഇല്ലാത്ത റൗട്ടറിൽ നിന്ന് ഈ പറഞ്ഞ ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോഴും ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അവിടെ കണക്ട് ചെയ്യപ്പെടും, പക്ഷെ ഇന്റർനെറ്റ് ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴും ഇന്റർനെറ്റായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു, ISP ആയിട്ട് കണക്ട് ചെയ്ത് ഇത് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ വരുന്ന IP കൾക്ക് പുറമെ ഈ ഒരു WAN IP കൂടി അതിൻ്റെ ആ ഒരു നെറ്റ്വർക്കിലോട്ട് വരും. അപ്പോൾ ഇതാണ് ആ ഒരു WAN IPയും LAN IPയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ് സെർവർ എന്ന് നോക്കാം.